തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകൾ ആർക്കെന്നും നാളെ അറിയാം. ആലത്തൂരിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്ക് ആർക്ക് നറുക്കു വീഴുമെന്നും സെക്രട്ടേറിയറ്റിൽ ധാരണയായേക്കും. ആലത്തൂരിലെ കെ രാധാകൃഷ്ണന്റെ ജയമുണ്ടെങ്കിലും മറ്റിടങ്ങളിലെ ദയനീയ തോൽവി കനത്ത പ്രഹരമാണ് CPM-നുണ്ടാക്കിയത്. ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച മണ്ഡലങ്ങളിൽ വരെ തകർന്നടിഞ്ഞു. കേന്ദ്രത്തിനെതിരായി വിധിയെഴുത്തും ഭരണവിരുദ്ധ വികാരവും LDF സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. സെക്രട്ടേറിയറ്റിൽ ഈ വിഷയങ്ങൾ മുതിർന്ന നേതാക്കൾ ഉയർത്തിക്കാട്ടും. അതേസമയം കെ രാധാകൃഷ്ണന്റെ ജയത്തോടെ ഒഴിവുവരുന്ന മന്ത്രിസ്ഥാനത്തേക്ക് ആര് വരുമെന്നതും ശ്രദ്ധേയമാണ്. കുന്നത്തുനാട് MLA PV ശ്രീനിജൻ, കോങ്ങാട് MLA ശാന്തകുമാരി, ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവ്, തരൂരിലെ PP സുമോദ്, ദേവികുളത്തെ A രാജ, മാവേലിക്കരയിലെ MS അരുൺകുമാർ, ആറ്റിങ്ങലിലെ OS അംബിക എന്നിവരാണ് നിയമസഭയിലെ CPM-ന്റെ ദളിത് അംഗങ്ങൾ. ഇവരെ പരിഗണിച്ചേക്കാം. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ഇതിനേക്കാളും CPM-ന് മുന്നിൽ കീറാമുട്ടിയായി തുടരുന്നത് രാജ്യസഭാ സീറ്റ് വിഭജനമാണ്. LDF-ന് ഉറപ്പുള്ള 2 സീറ്റിൽ അവകാശവാദവുമായി കക്ഷികൾ കൂട്ടത്തോടെ വന്നത് മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി. സീറ്റ് വേണമെന്നാണ് CPI-യുടെയും കേരള കോൺഗ്രസിന്റെയും RJD-യുടെയും NCP-യുടെയും ആവശ്യം. CPM-ൽ നിന്ന് മുതിർന്ന നേതാക്കളെ തന്നെ പരിഗണിക്കുമെന്നാണ് സൂചന. മറ്റൊരു സീറ്റ് CPI-ക്ക് നൽകാനാകും സാധ്യത. അങ്ങനെയെങ്കിൽ മറ്റു പാർട്ടികളെ അനുനയിപ്പിക്കാനുള്ള ഫോർമുലയും CPM-ന് കണ്ടെത്തണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.